ആരതി, താങ്ക്സ്. നമുക്കിടയിൽ ഈ താങ്ക്സിന്റെ ഒന്നും ഒരു ആവശ്യമില്ല വിക്കി. വെറും താങ്ക്സ് അല്ല, നമുക്ക് രണ്ടുപേർക്കിടയിൽ ഒരു ഫോർമാലിറ്റിക്കും ഇടയില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്നെ ഇത്രയധികം സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനു മുകളിൽ എന്റെ ദേഷ്യത്തിന് ഒരു സ്ഥാനമില്ല. അപ്പോ ഇതിനായിരിക്കും അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. ഏയ് ലൂസേ, നിനക്കെന്താ രാവിലെ കണ്ണ് കാണാൻ പാടില്ലേ? അവളൊന്ന് ഒച്ച ഉണ്ടാക്കുന്നേ, നിനക്ക് കണ്ണ് കാണാൻ പാടില്ലേ? കയ്യിൽ ഗ്ലാസ് ഇരിക്കുന്ന കണ്ടുകൂടെ നിനക്ക്? നിങ്ങൾക്ക് ഒരു കാര്യം എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ലെന്നുണ്ടോ? ഇങ്ങോട്ട് വന്ന് എന്നോട് ദേഷ്യപ്പെടുന്നു. കയ്യിലാണെങ്കിൽ കോഫി ഉള്ളത്, അതും ചൂട് കോഫി. കയ്യില് ചൂട് കോഫി വീണോ? പാവം. നല്ല ചൂടുണ്ടായിരുന്നോ? ഞാൻ ബെർണോൾ എടുത്തോണ്ട് വരട്ടെ? എല്ലാം ചെയ്തു വെച്ചിട്ട് ഓവർ ആക്ടിങ്ങിന് മാത്രം ഒരു കുറവില്ല. ഇത് നിന്റെ തലയില ഒഴിക്കേണ്ടത്. അതെ അതെ ചെയ്യ്. കൈ പൊള്ളിപ്പോയതുപോലല്ലേ അഭിനയിച്ചത്. ഈ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട് ബഹളം ഉണ്ടാക്കുന്ന ഞാനാ. ഇതിപ്പോ എന്നോടാണോ ദേഷ്യപ്പെടുന്നത്? ഇവള് ശരിക്കും ലൂസ് തന്നെയാണല്ലോ. ഇങ്ങനെയൊക്കെ നടക്കാൻ നാണമില്ലേ? എന്തൊരു അഹങ്കാരമാ നിങ്ങൾക്ക്. നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം? ഞാനോ? ഞാൻ ധ്രുവ മേനോൻ. നിങ്ങളാ പറഞ്ഞ രണ്ടുപേരില്ലേ, രണ്ടാമത്തെ പേരിനെ ഒരു ബിൽഡപ്പ് ഉള്ളൂ. ആദ്യം പറഞ്ഞ പേരിനെ ഒരു ബിൽഡപ്പും ആവശ്യമില്ല. അതുകൊണ്ട് അഹങ്കാരം ഒന്നും കാണിക്കണ്ട. ഞാനേ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പേരാ. അതിഥി എം ഒറിജിനൽ ബ്രാൻഡാ, മനസ്സിലായോ? ഓ അതെയോ, കൺഗ്രാചുലേഷൻസ്. എന്നാ ഞാൻ പോയിക്കോട്ടെ. ഈ ലോകത്ത് പെൺകുട്ടികൾ എത്ര നല്ലവരാ, എന്നാ ചില ആൺകുട്ടികൾ എത്ര പൊട്ടന്മാരാന്ന് മനസ്സിലാവുന്നില്ല. ഈ ലോകമാണെങ്കിൽ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുക. ഈ മഹാൻ മാത്രം തിരിച്ചോടിക്കൊണ്ടിരിക്കുക. ഞാൻ 24 മണിക്കൂർ ഓൺലൈനിൽ ഇരുന്ന് ഇവന് മെസ്സേജ് അയക്കുമ്പോ ഈ പൊട്ടനാണെങ്കിൽ വീടിന്റെ അഡ്രസ്സിൽ തന്നെ എനിക്ക് ലെറ്റർ അയച്ചുകൊണ്ടിരിക്കുക. എന്റെ ഒരു വിധി. ചേട്ടാ ചേട്ടാ, എനിക്കിങ്ങനെ പുറകെ ഓടാൻ വയ്യ. എത്ര നേരമായി വിളിക്കുന്നു. ഒന്ന് നിന്നാലല്ലേ പറയാൻ പറ്റൂ. നീ ഈ ഡ്രാമയൊക്കെ വീട്ടിൽ നിന്നേ കാണിക്കാറുള്ളതല്ലോ, പുതിയതൊന്നല്ലല്ലോ. എനിക്കിപ്പോ തീരെ സമയമില്ല. ചേട്ടാ, പ്രഗ്നന്റ് ആയ ഒരു അനിയത്തിയുടെ ആഗ്രഹമല്ലേ? ഒന്നും സംഭവിക്കല്ലോ, നിക്കേട്ടാ. നിങ്ങൾ ഇനി എത്ര ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്താലും നിങ്ങൾ പറയുന്നൊന്നും ഞാൻ കേൾക്കത്തില്ല. തലയിൽ എണ്ണ തേക്കുന്ന പരിപാടിക്ക് ഞാൻ വരില്ല. അങ്ങനെയൊന്നും വാശി പിടിക്കല്ലേ ഏട്ടാ. ചതുർത്ഥിയല്ലേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ആചാരങ്ങളൊക്കെ പാലിക്കണ്ടേ ഏട്ടാ. നമ്മളല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാറില്ലല്ലോ. ഇങ്ങനെ ചെയ്താ വിഘ്നങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്ന പറയാറുള്ളത്. ഈ ചടങ്ങുകളൊക്കെ ചെയ്യേണ്ടത് ആദ്യക്ക് വേണ്ടിയാ. ദേഹത്ത് മൊത്തം എണ്ണയൊക്കെ തേച്ച് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഒരു എണ്ണയും സ്മെല്ലും സോ ഇറിറ്റേറ്റിംഗ്. ഞാൻ വരില്ല മോളെ. അയ്യോ, ഇതെല്ലാം ആചാരങ്ങളാ, നമ്മളിത് ചെയ്തേ പറ്റൂ. ചതുർത്ഥി ചേട്ടാ. നീ എന്താ മുത്തശ്ശിയെ പോലെ സംസാരിക്കുന്നേ? ഇതൊരു ചടങ്ങല്ലേ. ഭക്തി വേണ്ടത് എല്ലാവരുടെയും ഉള്ളിലാ, അത് പുറത്തേക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ചടങ്ങ് നമ്മൾ നന്നായി ആഘോഷിക്കുന്നുണ്ട്. എണ്ണ തേച്ച് കുളിക്കണമെന്നൊന്നും ഭഗവാൻ പറയുന്നില്ല. അങ്ങനെയൊന്നും പറയില്ല ഏട്ടാ, ഇത് ആരോഗ്യത്തിന് വളരെ നിർബന്ധമാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, അതെനിക്ക് തീരെ ഇഷ്ടമല്ല മോളെ. ഇഷ്ടമല്ലാന്ന് പറഞ്ഞ ഈ എണ്ണയും തേച്ച് ലോകം മുഴുവനും നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് കുളിച്ചു കഴിഞ്ഞാ ഈ എണ്ണയെല്ലാം പോവില്ല. എന്ന് ആര് പറഞ്ഞു? അതിന്റെ സ്മെല്ലൊന്നും അത്ര പെട്ടെന്ന് പോവില്ല. ദയവേദന ഫോഴ്സ് ചെയ്ത് എനിക്ക് ആ എണ്ണ തേക്കാൻ തീരെ താല്പര്യമില്ല. മോളെ, ആർ യു ഓക്കേ? ഐ ആം പെർഫെക്റ്റ്ലി ഓക്കേ. എന്റെ ഇഷ്ടം നോക്കുന്നെങ്കിൽ ഉറപ്പായും എണ്ണ തേക്കണം. നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? ഇങ്ങനെ കുട്ടികളി കളിക്കേണ്ട കാര്യമാണോ ഇത്? എന്നാ ഞാൻ പറ്റിക്കുന്നില്ല, എണ്ണ തേച്ചാ മതി. ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. ഇത്രയും പറഞ്ഞതല്ലേ, ഒരു തവണയെങ്കിലും ആ എണ്ണ തേച്ച എന്താ പ്രശ്നം? ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ മോളെ. ഞാൻ എണ്ണ തേച്ചില്ല എന്ന് വെച്ചപ്പോ എന്താ വരാൻ പോകുന്നേ? എന്താ ഇപ്പ എണ്ണ തേക്കുന്നുണ്ടോ ഇല്ലയോ? പറഞ്ഞ വാക്ക് ഞാൻ മാറുന്ന പ്രശ്നമില്ല. ഇത് ഉറപ്പാണോ ചേട്ടാ? ഇങ്ങനെ തന്നെയാണോ തീരുമാനിച്ചേ? ആ മോളെ, ഇത് തന്നെ എന്റെ തീരുമാനം. ഇതാണോ തീരുമാനം എന്ന് ചോദിച്ചാലോ? വേറെ എന്തെങ്കിലും അസ്ത്രം എന്റെ കയ്യിലുണ്ടോ? ചേട്ടന്റെ തീരുമാനം മാറ്റാൻ പറ്റി എന്തെങ്കിലും ഐഡിയ കയ്യിൽ വെച്ചിട്ടാണോ അങ്ങനെ ചോദിച്ചേ?
അങ്ങനെ ചോദിച്ചാ ചേട്ടന്റെ മനസ്സ് മാറുമെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്. അല്ലാതെ ഞാനൊരു ഐഡിയയും വെച്ചിട്ടില്ല. ഇനി രണ്ടും കൂടെ പുതിയ ഐഡിയ കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. ഞാൻ ഒരു കാരണവശാലും എണ്ണ തേക്കാൻ പോകുന്നില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യാ? അമൂല്യ, ഒരു മിനിറ്റ് ഇങ്ങ് വാ. എന്താ ഏട്ടത്തി? ഇന്ന് നമുക്ക് ചതുർത്ഥി ആഘോഷമുള്ളതല്ലേ? എണ്ണ തേച്ച് കുളിക്കണമെന്ന് പറഞ്ഞപ്പോ കുട്ടികളെ പോലെ വാശി പിടിക്കുക. നീ എങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്. നീയെങ്കിലും പറഞ്ഞത് കേൾക്കൂ നോക്കാലോ. ഓഹോ, വേദാന്ത്, ചേട്ടത്തിക്കാണെങ്കിൽ ചേട്ടനുണ്ട്, ചേച്ചിക്ക് വിക്കി ചേട്ടനുണ്ട്. പക്ഷെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഒരു പേരായിട്ട് ഞാൻ കൂടെ നിൽക്കാം. ഇറിറ്റേറ്റ് ആകുന്ന കാര്യമൊന്നും പറയണ്ട. ചുമ്മാ നമ്മുടെ ആചാരത്തിന് വേണ്ടി 2 ഡ്രോപ്സ് എടുത്താൽ മതി. വേഗം തന്നെ വെള്ളം ഒഴിച്ചു തരാം. ഒരുപാട് ചൂടും ഉണ്ടാവില്ല. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴിയും. എന്തു പറയുന്നു? അങ്ങനെയാണെങ്കി ഇപ്പോ എന്തിനാ ആലോചിക്കുന്നേ? ഇത്രയും പെൺകുട്ടികളെ റിക്വസ്റ്റ് ചെയ്യുന്നതല്ലേ? അവർ ഇത്രയും റിക്വസ്റ്റ് ചെയ്തിട്ടും വേദാന്ത് എണ്ണ തേക്കുന്നില്ല എന്ന് വെച്ചാ ഈ ഫാം ഹൗസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഇവരുടെ പേരൊന്നും ഇനി പറയരുത്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊരു ബെസ്റ്റ് ഓഫറാ തരുന്നേ. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് ഇടിയിലൊക്കെ പാവം, ഇവർക്ക് ഫീൽ ആവണ്ടെന്ന് വെച്ചിട്ടാ. ലീവിംഗ് ലെജൻഡ് എന്ന് എന്നെ ആൾക്കാർ വിളിക്കുന്നത് വെറുതെ ആണെന്ന് വിചാരിച്ചോ? എന്തു മാറ്റാൻ കഴിവുള്ളവളായി ഞാൻ. മനസ്സിലാക്കിക്കോ. ധ്രുവ, നീ എന്തീ ചെയ്യുന്നേ? വിക്കി, നീയോ? അതെടാ ഞാൻ തന്നെ. എന്താ, നീ വേറെ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യായിരുന്നോ? അതല്ല, ഇനി ചേട്ടനെങ്ങാനും വരുമോ ഞാൻ പേടിച്ചു. അതിനെന്താ, അവൻ വന്നാലെന്താ പ്രശ്നം? അതിന് പേടിക്കാൻ എന്താ ഉള്ളേ? എന്താ ഉള്ളതെന്നോ? ഈ കാറ് തന്നെ. അവന്റെ കാറ് ഞാൻ വാഷ് ചെയ്തോണ്ടിരിക്കല്ലേ, അതുകൊണ്ടാ പേടിച്ചേ. നിനക്കറിയില്ലേ വിക്കി, അവന്റെ മൂഡ് ശരിയല്ലെങ്കിൽ എന്റെ തലേ കയറാൻ എന്ത് കാരണമായാലും മതി. അതും സത്യം തന്നെയാ. പക്ഷേ നീ എന്തിനീ കാർ ഇപ്പൊ ക്ലീൻ ചെയ്യുന്നേ? നീ മറന്നുപോയോ? എല്ലാ വീടുകളിലും ചതുർത്ഥി പൂജയാകുമ്പോ വണ്ടികൾ കഴുകാറുണ്ടല്ലോ. നമ്മുടെ വീട്ടിലാണെങ്കിൽ ദീപാവലിക്ക് അത് ക്ലീൻ ചെയ്യുന്നു. മുത്തശ്ശി എല്ലാ കാര്യങ്ങളും എന്നെ നന്നായി പഠിപ്പിച്ചു. അതുമാത്രമല്ല, നമ്മളിവിടെ ഒരു കാറല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. പെട്ടെന്ന് ഇവിടെ വന്നപ്പോ എനിക്കെല്ലാം ഓർമ്മ വന്നു. അതുകൊണ്ട് ചേട്ടന്റെ കാർ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയല്ലേ? കാറിൽ മുഴുവൻ പൊടിയായിരുന്നു. അതുകൊണ്ടൊന്ന് കഴുകി ഫ്രഷ് ആക്കി വെക്കാന്ന് ഞാൻ കരുതി. ചേട്ടൻ വരുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യാന്ന് വെച്ചേ. എന്റെ ചേട്ടനൊരു ലക്കി തന്നെയാ. അതെന്താ അങ്ങനെ പറഞ്ഞേ? കാരണം എന്താന്ന് വെച്ചാൽ അവന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാ. എല്ലാവരും അല്ല വിക്കി, അവന്റെ കൂടെ നിൽക്കുന്ന ചിലരെങ്കിലും അവന്റെ ഉള്ളിൽ വിഷം കുത്തി നിറയ്ക്കാനാ ശ്രമിക്കുന്നത്. അതാണ് എന്റെ ഏറ്റവും വലിയ പേടി. ഏയ്, എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല വിക്കി, ദൂരെ നിന്നെങ്കിലും എനിക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ, അത്രേ ഉള്ളൂ. നീ ആവശ്യമില്ലാതെ വിഷമിക്കല്ലേ. ചേട്ടൻ നിന്നെ കുറച്ചായിട്ട് മനസ്സിലാക്കിക്കോളും. നീ ഒരു ദിവസം ഞങ്ങളെപ്പോലെ തന്നെ മുമ്പിൽ തന്നെ നിൽക്കും. ഡോൺ വറി. ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും ചെയ്തപ്പോ അത് ചെയ്യാതിരിക്കോ? അതും ചെയ്യാം. ഡോൺ വറി.
നിനക്ക് എല്ലാ ഗെറ്റപ്പും നന്നായിട്ട് സ്യൂട്ട് ആവും. നീ ഒരു കള്ള ചെറുക്കൻ തന്നെയാ. നീ എന്റെ മുത്ത. എന്താ ആലോചിക്കുന്നേ? ആലോചിക്കല്ല, സന്തോഷിക്കായിരുന്നു. ആണോ? എന്താ ഇപ്പൊ സന്തോഷം വന്നേ? നിന്നെ കാണുമ്പോ. എന്നെ കണ്ടിട്ട് എന്തിനാ? ഐ മീൻ, ചേച്ചിയും ചേട്ടത്തിയൊക്കെ അത്രയൊക്കെ പറഞ്ഞിട്ടും എണ്ണ തേക്കാൻ നിങ്ങൾ ഒട്ടും സമ്മതിച്ചില്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ തന്നെ സമ്മതിച്ചില്ലേ? അതുകൊണ്ടാ അത് ഓർത്തപ്പോ എനിക്ക് സന്തോഷായത്. ഞാൻ എന്തൊക്കെയാ വിചാരിച്ചത്, പക്ഷെ നീ ഞാൻ വിചാരിച്ച അത്രയും സ്മാർട്ടേ അല്ല. സ്മാർട്ട് അല്ലേ? അതെന്താ? അവരത്രയും ഫോഴ്സ് ചെയ്ത് പറഞ്ഞപ്പോഴും ഞാൻ അനുസരിച്ചില്ല. അപ്പൊ നീ വന്ന് പറഞ്ഞപ്പോ ഞാൻ അനുസരിച്ചില്ലേ? അവരങ്ങനെ വന്ന് ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ പബ്ലിക്കലി ഒരു ടെൻഷനും ഇല്ലാതെ നിനക്ക് എന്നെ വന്ന് എണ്ണ തേപ്പിക്കായിരുന്നില്ലേ? നിന്റെ കൈകൊണ്ട് എണ്ണ തേക്കാനുള്ള അവകാശം എനിക്ക് കിട്ടുമായിരുന്നു. എന്താ അന്തം വിട്ട് നോക്കുന്നേ? അതെനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായിന്ന്? വേദാന്ത് മേനോൻ എല്ലാ കാര്യങ്ങളിലും സ്മാർട്ടാണ്. എടോ സുമേഷ്, എന്തിനാടോ വിളിക്കുന്നേ? സ്ഥലകാല ബോധമില്ലേ? അതുകൊണ്ടല്ലേ ബോസ് ഞാൻ ഇത്ര ഫേമസ് ആയത്. എനിക്ക് തന്നിരിക്കുന്ന ജോലിയേ ഇതാണല്ലോ. ഇങ്ങോട്ട് എന്തിനാ വന്നെന്നാ ചോദിച്ചത്? അതാണല്ലോ ബോസിന്റെ കുഴപ്പം. ഞാൻ എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയി. അതിനു മുമ്പ് നിങ്ങൾ ആചാരങ്ങളൊക്കെ തുടങ്ങിയോന്ന് അറിയാൻ വേണ്ടി വന്നതാ. അപ്പോഴേക്കും നിങ്ങൾ ഇവിടെ. ഇപ്പൊ തനിക്ക് കിട്ടിയില്ലേ? തലം വിട്ടോ. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. ഇന്ന് ആഘോഷങ്ങളൊക്കെ നടക്കല്ലേ, എല്ലാരും ഇവിടെ വേണം. സുമേഷ് നമ്മുടെ കൂടെ കൂടിക്കോട്ടെ. പാവം, സുമേഷിന് ആഘോഷിക്കാൻ വേറെ ആരും ഇല്ലല്ലോ. ഇതുകൊണ്ടാ പറയുന്നത് പെൺകുട്ടികൾക്കാണ് ബുദ്ധി കൂടുതലെന്ന്. ബോസിന് ഇത്രയും പ്രായം ഉണ്ടായിട്ട് എന്താ 5 വയസ്സുടെ ബുദ്ധി പോലും ഇല്ല. ഒരിക്കൽ പോലും നിനക്ക് സുഖമാണോന്ന് പോലും ചോദിച്ചിട്ടില്ല. പക്ഷെ മേഡം എത്ര നല്ലവരാ. എന്താടോ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? ഒന്നുമില്ല ബോസ്, വന്ന കാര്യമൊക്കെ കഴിഞ്ഞല്ലോ. തിരിച്ച് ഓഫീസിലേക്ക് പോയാലോ എന്ന് ആലോചിക്കായിരുന്നു. ഓഫീസിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് കയ്യില് ബാഗൊന്നും ഇല്ലല്ലോ. അല്ല, പോകാൻ ആരും സമ്മതിക്കുന്നില്ല ബോസ്. ഇന്നല്ലേലും ചതുർത്ഥിയല്ലേ, ഞാൻ പോകുകയാണെന്ന് പറയുമ്പോ ആരേലും സ്നേഹത്തോടെ വന്ന് വേണ്ട സുമേഷേ, ഇന്ന് പോകണ്ട സുമേഷേ, ഇന്നത്തെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് പോകാന്ന് പറയുന്നു വിചാരിച്ചു നിന്നതാ. അതുകൊണ്ട് ബാഗ് എന്തിനാ വെറുതെ പാക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അതാ പാക്കിങ് ചെയ്തില്ല ബോസ്. എങ്ങനെയുണ്ട്? ഞാനൊരു ബ്രില്യന്റ് തന്നെ അല്ലേ? അതുകൊണ്ടാണല്ലോ എന്നെ ബോസ് ഇപ്പോ ഒരു PA ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. അത് ആലോചിക്കുമ്പോഴാ എനിക്ക് എന്നെ തന്നെ അടിക്കാൻ തോന്നുന്നത്. വേദാന്ത്, വേദാന്ത്, വേദാന്ത്. ഇതെന്തായാലും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. നിങ്ങൾ എന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ പേരായിട്ടിരിക്കാം. ഞാൻ തന്നെ വേണ്ട, ഇവിടെ വാ, ഇങ്ങോട്ട് മാറിയിക്ക്. എനിക്ക് എന്റെ അനിയത്തിയുടെ കൈ കൊണ്ട് എണ്ണ തേക്കാനാ ഇഷ്ടം. നീ കഷ്ടപ്പെടണ്ട, വാ അഞ്ചു. എവിടം വരെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ. അഞ്ജുവിനെ എന്തായാലും അനിയത്തിയാക്കിയില്ലേ, എന്നെ എന്തായാലും ആ ലിസ്റ്റിൽ മാത്രം കേട്ടാതിരുന്നാ മതിയായിരുന്നു. നമ്മൾ എന്താ ഈ എക്സിബിഷനിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നേ? കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്ന് നടത്തുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കുന്ന എന്റെ അഭിപ്രായം.
എനിക്കും അതേ അഭിപ്രായം തന്നെ അളിയ. പക്ഷെ നമ്മുടെ മനസ്സൊന്നും കാണാൻ ഇവിടെ ആരുമില്ലല്ലോ അളിയ. ചേട്ടാ വെറുതെ ധൃതി പാടില്ല. എല്ലാറ്റിനും അതിൻ്റെതായ സമയമൊക്കെ ഉണ്ട്. ഇതിനും മുഹൂർത്തമുണ്ട്. വാട്ട്? ഇതിന് മുഹൂർത്തമുണ്ടോ? എന്തൊക്കെ ഇത് വിക്കി? ചേട്ടാ, ഈ ആചാരങ്ങളെല്ലാം പെണ്ണുങ്ങൾക്കല്ലാതെ ആണുങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇനി ഒരു താമസവും ഇല്ല, നമുക്ക് തുടങ്ങാം. ഞാൻ മുത്തശ്ശിയെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, മുഹൂർത്തായി എന്നാ പറഞ്ഞ. ഓ എന്തായാലും സമാധാനായി. വേഗം തുടങ്ങുകയാണെങ്കിൽ വേഗം തന്നെ കഴിയുമല്ലോ എല്ലാം. അതെ അളിയാ, വേഗം കഴിഞ്ഞിരുന്ന് എഴുന്നേറ്റ് പോകായിരുന്നു. എണ്ണ തേച്ചോണ്ടിരുന്നാലേ നീരിറങ്ങും തലയില്. ഇതുണ്ടെങ്കിലേ ബാലൻസ് ഷീറ്റ് ടാലിയാക്കാൻ പറ്റൂ. ഓരോ വർഷവും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഇതൊരു ആയുർവേദ ട്രീറ്റ്മെന്റ് പോലെയാ എല്ലാവരും കാണുന്നേ. ഈ വലിച്ച കോമഡി അടിക്കാനാണോ ഇത്രയും ബിൽഡപ്പ് കൊടുത്തത്? ചേട്ടത്തി ഗ്രീൻ സിഗ്നൽ തന്നല്ലോ, ഇനി തുടങ്ങിക്കളയാം. എടാ സുമേഷ്, എല്ലാ മോഹൻലാൽ സിനിമയിലും വില്ലന്മാര് വരുന്നത് പോലെ കഥവ് ചവിട്ടി തുറന്നു വരുന്ന എന്താ? വില്ലൻ എൻട്രിയുടെ ആവശ്യമുണ്ടോ? അതും ബാറ്റ്മാനെ പോലെ പറന്നു വരുന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? അതൊന്നുമില്ല, ഫോട്ടോ എടുക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. ഫാമിലി ഫുള്ള് ഇരിക്കുവാണല്ലോ, ഫോട്ടോ എടുക്കാൻ ആരും ഇല്ല. എന്താ എല്ലാരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത്? എണ്ണ വാരി പൂശിക്കോ? അല്ല, ഈ എണ്ണ വാരി ഒഴിക്ക്. എടാ സുമേഷ്, ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഹോൾസെയിൽ ആയിട്ട് ഞാൻ എല്ലാവരുടെയും കൂടെ ഉണ്ടല്ലോ, അതിന്റെ സന്തോഷമാ. വേഗം തുടങ്ങിക്കോ, വേഗം തുടങ്ങിക്കോ.